Hello dear students, this is a class on three aspects, that is CAL, CML and SML. CAL is the capital allocation line. CML is the capital market line, and SML is the security market line. Okay, so these are the three aspects, and these two aspects, capital market line and SMLs, that is security market line, are very important for the syllabus also. Okay, often the questions come, what is meant by capital market, CML, what is meant by SML, or what are the difference between these two, CML and SML. I have already discussed the concept behind a security market line, but today again I'll repeat that because for the comparison sake I will repeat the security market line. Okay. So we can explain, or we can understand that both CML and CAL can be described in a common diagram, common representation that we can do. Okay. അപ്പോൾ എന്താണ് CML എന്ന് പറഞ്ഞാൽ, നിങ്ങൾ you have already heard about efficient frontier അല്ലേ? What is efficient frontier? The efficient frontier is formed with the help of what? Feasible set of portfolios കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ മുകളിൽ ദ പോർട്ട്ഫോളിയോ ദാറ്റ് ലൈ ഓൺ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ. Okay, from where did you get all these things? Markowitz model, ഞാൻ അന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, മാർക്കോവിറ്റ്സ് മോഡലിനെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ ദാറ്റ് ലൈ ഓൺ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ ഗീവ്സ് a best risk return ratio. Okay, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസ്ക് റിട്ടേൺ റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് ഈ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ മുകളിലുള്ള നമ്മൾ ഇങ്ങനെ വരച്ചേർന്നല്ലേ, ഇങ്ങനെ ഒരു സാധനം വരച്ചേർന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന പോർട്ട്ഫോളിയോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഓപ്റ്റിമം പോർട്ട്ഫോളിയോ. ഓക്കെ, where risk return ratio is പക്ക. സോ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ദർ വിൽ ബി എ ലൈൻ വിച്ച് ക്യാൻ ബി, ഇവിടെ ടച്ച് ചെയ്യണം കേട്ടോ അത്, ഈ ഇങ്ങനൊരു പോയിന്റിനെ കുറിച്ച് ഇതാണ് CML വിളിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ CML is such a line which is formed on the with the help of efficient frontier. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ ഡിസ്ക്രൈബ് ചെയ്യില്ല, നിങ്ങൾക്കറിയാം എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സോ ഇനി CMLനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ CMLനെ കുറിച്ച്, ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നിങ്ങൾ സിഗ്മയാണ് നമ്മളിവിടെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ആണ് നമ്മളിവിടെ കാണിക്കുക. ഇവിടെ ER, അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് കാണിക്കുക. ആൻഡ് യു നോ ദർ ഈസ് ആൻ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ. ദിസ് ഈസ് എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ അസ്യൂം ചെയ്യുന്നത്, ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ അസ്യൂം ചെയ്തത് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ദേ ഓൾ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി റിസ്കി അസെറ്റ്സ്. എന്താ റിസ്കി അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ? റിസ്ക് ഫ്രീ അല്ലാത്ത അസെറ്റ്. അങ്ങനെയുള്ള അസെറ്റിലാണ് ഈ പോർട്ട്ഫോളിയോ, ഈ ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ എന്നുള്ളതാണ്. റിസ്കി അസെറ്റിൻ്റെ കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോയിൽ റിസ്കി അസെറ്റിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ, റിസ്കി അസെറ്റ്സ് അല്ലെങ്കിൽ റിസ്കി സെക്യൂരിറ്റീസിൻ്റെ
കോമ്പിനേഷൻ വരുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ ആണ് നമുക്ക് എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ മുകളിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ ഒരു അസംഷൻ തന്നെ എന്താണ്? ദി ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി റിസ്കി പോർട്ട്ഫോളിയോ. ബട്ട് ഈ ഇക്കണോമിയിൽ എന്തുണ്ട്? there are risk free assets അല്ലേ? റിസ്ക് ഫ്രീ അസറ്റ്സ് ഉണ്ട്, മിനിമം ഗ്യാരണ്ടി റിട്ടേൺ തരുന്ന റിസ്ക് ഫ്രീ അസറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് 2 ചോയ്സ് ഉണ്ട്. എന്താണ്? റിസ്ക് ഫ്രീ അസറ്റ്സിൽ RFൽ വേണമെങ്കിൽ റിസ്ക് ഫ്രീ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഇൻവെസ്റ്റർ റിസ്ക് ഫ്രീ അസറ്റും കൂടിയും കോമ്പിനേഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഞാനിത് വരയ്ക്കുകയാണ്. I have to change my efficient frontier. Okay, efficient frontier ഇവിടെ ടച്ചിങ് ആക്കണം, ടാൻജന്റ് ആക്കണം. ഓക്കെ, okay, so this is risk free asset. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ സാധാരണ നിലയ്ക്ക് ഉണ്ടായി വരുന്നത് റിസ്കി അസറ്റ്സിൻ്റെ കോമ്പിനേഷനുള്ള സെക്യൂരിറ്റീസ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ നമുക്ക് ഈ ലോകത്ത് റിസ്ക് ഫ്രീ അസറ്റ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഒരു റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്ററിന് വേണമെങ്കിൽ തീരെ എടുക്കാൻ പറ്റില്ല, റിസ്ക് തീരെ എടുക്കാൻ പറ്റില്ലെങ്കിൽ അയാൾക്ക് റിസ്ക് ഫ്രീ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് റിസ്ക് ഫ്രീ റിട്ടേൺ ഗെയിൻ ചെയ്യാം. ഓക്കെ, കുറച്ചൊക്കെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഇയാൾക്ക് കുറച്ച് അയാൾ റിസ്ക് ഫ്രീയിലും കുറച്ച് അയാളെ എന്തിലേക്കും ഇടും? റിസ്കി അസറ്റ്സിലിടും. ഇവിടെയുള്ളവർ കൂടുതലും എന്തിലാടുന്നത്? റിസ്കി അസറ്റ്സിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഇങ്ങനെ അപ്പോൾ ഈ CML എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ഫ്രീയും റിസ്കി അസറ്റ്സിൻ്റെയും കോമ്പിനേഷനിൽ പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ എന്നുള്ളത് ഇനി മുതൽക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്നത് CML എന്നാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ വിച്ച് ടാൻജൻസ് ദി എഫിഷ്യൻറ്റ് ഫണ്ടിയർ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് രണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുക്കുമ്പോൾ, ഏതൊക്കെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്? റിസ്ക് ഫ്രീ അസറ്റും റിസ്കി അസറ്റ്സിൻ്റെയും കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഈ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ ലൈൻ എന്നുള്ളത് നമ്മൾക്ക് കോൺകേവിന് പകരം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ CML എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിനെ ടച്ച് ചെയ്യുമ്പോൾ ഇതിനെ ഈ വിളിക്കുന്ന ഈ ഒരു പോർട്ട്ഫോളിയോനെ വിളിക്കുന്ന പേര് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആണ്. ഇവിടെ എന്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്? റിസ്ക് ഫ്രീയും ഉണ്ട്, റിസ്കി അസറ്റ്സിൻ്റെ കോമ്പിനേഷനും ഉണ്ട്. ഓക്കെ, എന്നിട്ട് അവർ പറയുകയാണ്, എന്നിട്ട് അവരെന്താ ചെയ്തു വെച്ചാൽ CMLനെ രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് എന്താ പറയുക പോർഷനാക്കി മാറ്റി. ഈ പോർഷനെ വിളിക്കുന്നത് ലെൻഡിങ് പോർഷനും ഈ പോർഷനെ വിളിക്കുന്നത് ബോറോയിങ് പോർഷനും എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലെൻഡിങ് പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെൻഡിങ് പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഏരിയ ഉണ്ടല്ലോ, മാർക്കറ്റ് പോർട്ട്ഫോളിയോൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മനസ്സിലാക്കിക്കോളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി കൂടുതലായി റിസ്ക് ഫ്രീ അസറ്റ്സ് ഉണ്ട്, കുറച്ച് റിസ്കി അസറ്റ്സും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നമ്മൾ പൈസ കൊടുക്കുന്ന പോലെയാണ് അല്ലേ? നമ്മളുടെ ഫണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണല്ലോ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിന് നമ്മൾ ലെൻഡ് ചെയ്യുന്ന ഏരിയയാണ്. അതുകൊണ്ട് ഇതിനെ ലെൻഡിങ് ഏരിയ ആയിട്ട് പറയും. ഈ CMLൻ്റെ ലെഫ്റ്റ് സൈഡിനെ ലെൻഡിങ് ഏരിയ ആയിട്ട് പറയും. ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ഈ പോർഷനിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഇവിടെയുള്ളത് അധികമായിട്ട് മോസ്റ്റ്ലി റിസ്കി അസറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻവെസ്റ്റർ മേ ഗോ ഫോർ 2 ചോയ്സസ്.
either he can use his own fund or he can borrow funds. So ഇതിന് ഇവിടെ ഇഷ്ടം പോലെ ഇയാൾക്ക് ബോറോ ചെയ്യാം, ഈ ഏരിയയിൽ ഇഷ്ടം പോലെ ഇയാൾക്ക് ബോറോ ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഈ പാർട്ടിനെ, ഈ പോർഷനെ പറയുന്നത് ബോറോയിങ് പോർഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പോർഷനെ പറയുന്നത് ബോറോയിങ് പോർഷനും ഈ പോർഷനെ പറയുന്നത് ലെൻഡിങ് പോർഷനും എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് CML എന്ന് പറയുന്നത്. ഇനി CMLൻ്റെ ഒരു ഫോർമുല ഞാൻ പറയാം, ഇവിടെ മെൻഷൻ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഏരിയ ലെൻഡിങ് പോർഷൻ ചൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ എന്തൊക്കെ കുറവായിരിക്കും? എക്സ്പെക്റ്റഡ് റിട്ടേൺ വിൽ ബി ലെസ്, റിസ്ക് ഓൾസോ വിൽ ബി ലെസ്. ഓക്കെ, അതേസമയം ബോറോയിങ് പോർഷൻ എടുക്കുന്ന ഏരിയ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഹൈ ആയിരിക്കും, പക്ഷേ റിസ്ക്കും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഫോർമുലയിലേക്ക് കടക്കാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ അക്കോർഡിംഗ് ടു CML ഇങ്ങനെയില്ല, ഞാനത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു എന്ത് കിട്ടും? RF കിട്ടും. ഓക്കെ, RF കിട്ടും. RF പ്ലസ്, ഒരു മിനിറ്റ്, RF പ്ലസ് വലിയ ബ്രാക്കറ്റിലിടാം, RM മൈനസ് RF ഡിവൈഡഡ് ബൈ RM minus RF divided by sigma m, market indexന്റെ sigma m into sigma of efficient frontier. എഴുതിയെടുത്തോളും. എന്തൊക്കെയാണ്? efficient ER according to CML, RF equal to ER equal to RF. ഇതെന്തായാലും കിട്ടും അല്ലേ? I'm sorry, RF എന്തായാലും കിട്ടും. പിന്നെ കിട്ടാൻ പോകുന്നത് എന്താണ്? റിസ്ക് പ്രീമിയാണ്. RM മൈനസ് RF, അയാൾ പിന്നെ എടുക്കുന്ന മാർക്കറ്റ് പോർട്ട്ഫോളിയോൻ്റെയും ഈ RFൻ്റെയും ഒരു ഗ്യാപ്പിൽ പിന്നെ കിട്ടുന്നത് എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയമാണ്. ഇതിനെന്താ പറയുക? നമ്മൾ SML നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപ്കം മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ, ദെൻ മാർക്കറ്റ് റിട്ടേൺ, then multiplied by sigma of efficient frontier. Standard deviation of efficient frontier. ചിലത് സിഗ്മ ഓഫ് പോർട്ട്ഫോളിയോ പറഞ്ഞിട്ടൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് CML. ഇനി CAL എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റിട്ടേണിൽ നിന്ന്, ഓക്കെ, റിസ്ക് ഫ്രീ റിട്ടേണിൽ നിന്ന് ഏത്, ഞാൻ പറഞ്ഞല്ലോ ഈ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ ഈ കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൽ കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ സപ്പോസ് ഈ പോർട്ട്ഫോളിയോ, അപ്പോൾ റിസ്ക് ഫ്രീ റിട്ടേണിൽ നിന്ന് എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിലുള്ള ഏത് പോർട്ട്ഫോളിയോ എടുത്ത് ഇത് മാറ്റി ഇതാക്കി കേട്ടോ, ഏത് പോർട്ട്ഫോളിയോ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ അലോക്കേഷൻ ലൈൻ കിട്ടും. we'll get capital allocation line when we connect with the risk-free asset with the any portfolio inside the efficient frontier, we will get capital allocation line. So that's it, CML and CAL. SML നെ കുറിച്ച് നമ്മൾ പഠിച്ചു. SML എന്താണ്? ക്യാപ്പം മോഡലിൻ്റെ ബാക്കിയായിട്ടാണ്. CAPM മോഡൽ, CAPM അല്ല, CAPM മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് SML. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? ദർ ഇസ് നോ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ. ഇവിടെ എഫിഷ്യൻ്റ് ആയാലും ഇൻഎഫിഷ്യൻ്റ് ആയാലും എല്ലാ പോർട്ട്ഫോളിയോനെയും എഫക്റ്റ് ചെയ്യും. എക്സ് ആക്സിസിൽ ഇവിടെ ബീറ്റ കാണും, Y ആക്സിസിൽ ER കാണും. ഓക്കെ, ദിസ് ഈസ് റിസ്ക് ഫ്രീ അസറ്റ്. ഇതിനെ വിളിക്കുന്നത് SML ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? CAPM നമുക്ക് എന്താ ഫോർമുല? ER
അക്കോർഡിംഗ് ടു എസ് എം എൽ എത്രയാണ്? നമ്മൾ ഇന്നലെ പഠിച്ചു, ആർ എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ്. അതാണ് എസ് എം എല്ലിൻ്റെ ഫോർമുല. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ എഫിഷ്യൻ്റ് ആയാലും ഇവിടെ ഇൻഎഫിഷ്യൻ്റ് ആയാലും എല്ലാ ഇറ്റ് കൺസിഡേഴ്സ് ബോത്ത് efficient and inefficient portfolios. മറ്റത് എന്താണ് കൺസിഡർ ചെയ്യണേ? അവിടെ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിലുള്ള എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് അവിടെ കൺസിഡർ ചെയ്യണേ. ആ ടാൻജൻറ്റ് പോയിന്റിൽ നിൽക്കുന്നത് നമ്മൾ വിളിക്കുന്നത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് CAL, CML and SML. Now let us learn what is the difference between both CAL and CML. CAML and SML. Okay, ഇതിൻ്റെ ഒറിജിൻ എന്താണ്? CMLൻ്റെ ഒറിജിൻ, this is the according to capital market theory, though this is according to CAPM model. അല്ലേ, CAPM തിയറി വെച്ചിട്ടാണ് അത് നമ്മൾ പഠിക്കുന്ന CAPM തിയറി. രണ്ടാമത്തത്, the x-axis is denoted as sigma p, whereas here the x-axis, that is standard deviation, അങ്ങനെ തന്നെ പറയാം, standard deviation of market return എന്നുള്ളത് പറയാം നമുക്ക്. x-axis is denoted by beta. ഓക്കെ, മൂന്നാമത്തത്, considers only the efficient portfolio. Considers only the efficient portfolio. This considers both efficient and inefficient portfolios. Okay, നീ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. Okay. സോ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ട് ഡിഫറൻസസ് വേറെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈൽ the capital market line is considered to be superior when measuring the risk factors. Okay, risk factors കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ superior ആയി നിൽക്കുന്ന capital market line ആണ് SML-നേക്കാളും. And fifth one ഇവിടെ പറഞ്ഞിട്ടുള്ളത്, where the market portfolio and risk-free assets are determined by the CML, all security factors are determined by the SML. എന്ന് പറഞ്ഞാൽ നമ്മൾ എഫിഷ്യൻറ്റും ഇൻഎഫിഷ്യൻറ്റും എല്ലാം കൂടി നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എഫിഷ്യൻറ്റ് മാത്രമാണ്, ഇവിടെ ഇൻഎഫിഷ്യൻറ്റ് മാത്രമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പറഞ്ഞത്. വേർ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് റിസ്ക് ഫ്രീ അസറ്റ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി, നമ്മൾ CML കിട്ടുമ്പോൾ CML നമ്മൾ എന്ത് ചെയ്യുന്ന എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിനെ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനെ നമ്മൾ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നു. അപ്പോൾ CML ഉണ്ടെങ്കിൽ, if we have CML, we can find out market portfolio and risk-free asset. ഇവിടെയാണെങ്കിൽ നമ്മൾ we consider all the factors. നമ്മൾ we don't have ഒറ്റ സ്ട്രേറ്റ് ലൈനേലും ഇവിടെ എഫിഷ്യൻറ്റ് ഫ്രണ്ടിയർ ഒന്നുമില്ല. we consider all the factors for SML. Okay, so that's it. CML and SML. SML-ൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് കുറച്ച് ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു. ഒരു പ്രോബ്ലം CML-ൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.
An investor anticipates Bosco Securities which will reach rupees 30 by the year end of the year first year. ഒരു സെക്യൂരിറ്റി ഉണ്ട്, ബോസ്കോ സെക്യൂരിറ്റി. ആ ഇയർ എൻഡിൽ 30 rupees വരെ എത്തും. ഓക്കെ, ഇറ്റ്സ് ബീറ്റ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ബീറ്റ ഈക്വൽ ടു 1.3. ഇതിൽ ഇത് പക്ഷേ SML വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. Assume the return on the market is expected 16%. Market return RM 16% ആണ്. And risk free return RF 4% ആണ്. ബീറ്റ തന്നിട്ടുണ്ട്. ER കാണാൻ നമുക്കൊരു വിഷമമില്ല. ER എന്താണ്? ER ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ? അപ്പോൾ നമുക്ക് കാണാം റിസ്ക് ഫ്രീ റിട്ടേൺ ദാറ്റ് ഈസ് 4% പ്ലസ് ബീറ്റ 1.3 ഇൻറ്റു 16 മൈനസ് 4. ഓക്കെ, സോൾവ് ചെയ്തോളൂ. റൈറ്റ്. ഇനി അടുത്തത് വേറൊന്ന് CML വെച്ചിട്ട്, CMLൻ്റെ ഫോർമുല വെച്ചിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ് ഞാൻ. An oil drilling venture, current share price of the venture is 875. Okay, 875 ആണ് current venture, current share price. Current share price illustration വായിക്കാം, പറയാം. illustration 30, page number 260 of the text. Okay, current market price, share price എന്നുള്ളത് 875 ആണ്. expected to yield 1000 in 1 year. ഒരു വർഷത്തേക്ക് 1000 എന്നുള്ളതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ് ഈസ് P1. ഓക്കെ, 1000ലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ സിഗ്മ M എന്ന് പറയുന്നത് 10% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ 10 അല്ല 40% ആണ്. 40%. RF എന്ന് പറയുന്നതാണ് 10%. RF എന്ന് പറയുന്നത് 10% ആണ്. ദെൻ റിട്ടേൺ ഓഫ് മാർക്കറ്റ് RM പറയുന്നത്, റിട്ടേൺ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് 17% ആണ്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ 12% ആണ്. ഓക്കെ, 12% ആണ്. ദെൻ അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് സിഗ്മ E ആയിരിക്കും കേട്ടോ. എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിൻ്റെ ഇതായിരിക്കും 40% എന്ന് പറയുന്നത്. Then how does this venture compare with the investment on efficient portfolios on the CML? അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. ER ഈക്വൽ ടു RF പ്ലസ് വലിയ ബ്രാക്കറ്റ്സിലിടാം RM മൈനസ് RF ഡിവൈഡഡ് ബൈ സിഗ്മ M ഇൻറ്റു സിഗ്മ E അല്ലേ? ഇനി അപ്പോൾ എത്ര ഇത് ചെയ്തോളൂ. 10 പ്ലസ് ഇവിടെ 17 മൈനസ് 10 ഡിവൈഡഡ് ബൈ സിഗ്മ M in സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ 12 ഇൻറ്റു 40%. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഹൗ സിമ്പിൾ. അത് ഈ ഫോർമുലയിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആൻഡ് തിയറി വൈസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ബാക്കിയുള്ള പോർഷൻസ് ഞാൻ വഴിയെ ഇങ്ങനെ അയച്ചു തരാം. ഓക്കെ.